പാലക്കാട്ട് ബി.ജെ.പിക്ക് എന്താണ് സംഭവിച്ചത്? കേരള രാഷ്ട്രീയത്തിലെ ഗെയിം ചേഞ്ചറാകുന്ന ഉപതെരഞ്ഞെടുപ്പാകും പാലക്കാട്ടേത് എന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളെല്ലാം ബി.ജെ.പിയുടെ മണ്ഡലത്തിലെ സാധ്യതകളെ പിൻപറ്റിയായിരുന്നു. എന്നാൽ സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ശക്തി ദുർഗമായ പാലക്കാട് നഗരസഭയിൽ പോലും ബി.ജെ.പിക്ക് കാലിടറുന്ന ചിത്രമാണ് വോട്ടിംഗ് യന്ത്രം തുറന്നപ്പോൾ തെളിഞ്ഞത്. ബി.ജെ.പിയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചതെവിടെയാണ് എന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ ഇനി ഉയരും. നേതൃത്വത്തിനെതിരായ അന്തഃപുര കലാപങ്ങളും ഇനി കൂടുതൽ കലുഷിതമാകും. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ സംസ്ഥാന രൂപീകരണ കാലം മുതൽ രണ്ട് പ്രധാന മുന്നണികളെ ചുറ്റിത്തിരിയുന്ന കേരള രാഷ്ട്രീയത്തിൽ ഘടനാപരമായ മാറ്റമുണ്ടാകുമെന്നായിരുന്നു ബി.ജെ.പിയുടെ വിലയിരുത്തലുകൾ. തൃശൂരിലെ ലോക്സഭാ സീറ്റ് വിജയത്തിന് തൊട്ടുപിന്നാലെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കൂടി ജയിക്കാനായാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ അവഗണിക്കാനാകാത്ത ജയാപജയങ്ങളെ നിർണ്ണയിക്കുന്നതിനപ്പുറം ഫലമുണ്ടാക്കുന്ന ശക്തിയായി ബി.ജെ.പി മാറുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. തൃശൂരെ വിജയം സുരേഷ് ഗോപിയുടെ താരപദവിക്കു കൂടി അവകാശപ്പെട്ടതാണെന്ന പറച്ചിലുകൾക്ക് പാലക്കാട്ടെ രാഷ്ട്രീയ വിജയം മറുപടിയാക്കാം. അതിൻ്റെ അനുരണനങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർചലനങ്ങൾ ഉണ്ടാക്കും എന്നെല്ലാമായിരുന്നു നേതൃത്വത്തിൻ്റെ മനക്കോട്ടകൾ. പക്ഷേ പാലക്കാട്ടെ കോൺഗ്രസ് കൊടുങ്കാറ്റിൽ ബി.ജെ.പിയുടെ സകല പ്രതീക്ഷയും പറന്നു പാറിപ്പോയി. ബി.ജെ.പി നിലംപരിശായി. ഒരുപക്ഷെ തൃശൂരിന് പിന്നാലെ പാലക്കാട് കൂടി ബി.ജെ.പി പിടിച്ചെടുത്തിരുന്നെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലും പലരുടെയും തലകൾ ഉരുണ്ടേനെ. സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ബി.ജെ.പി ഏറ്റവും പ്രതീക്ഷ വെച്ച ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നേടിയ വിജയം കോൺഗ്രസിന് പകരുന്ന ഊർജം അത്രയ്ക്ക് വലുത്. 2016 ഷാഫി പറമ്പിൽ നേടിയ ഭൂരിപക്ഷത്തിന്റെ 5 ഇരട്ടി നേടിയാണ് രാഹുലിന്റെ മിന്നും വിജയം. അതിന് 18,840 വോട്ടുകളുടെ ആധികാരികതയാണ്. ആദ്യ റൗണ്ടുകൾ എണ്ണുന്ന സമയത്ത് കാര്യങ്ങൾ ബി.ജെ.പിയുടെ വരുതിയിലേക്ക് എന്ന് പ്രതീതിയായിരുന്നു. പക്ഷേ രണ്ടാം റൗണ്ട് എണ്ണിത്തീരുമ്പോഴേക്കും ബി.ജെ.പി ക്യാമ്പിലെ ചിരി മാഞ്ഞു. ശക്തി കേന്ദ്രമായ നഗരസഭാ പരിധിയിലെ വോട്ടുകൾ എണ്ണി പുരോഗമിക്കുമ്പോൾ സി കൃഷ്ണകുമാറിന് നാമമാത്ര ലീഡ് മാത്രം. അപ്പോഴേ പരാജയം മണത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഘട്ടത്തിൽ ഇ ശ്രീധരന് 6000-ലേറെ വോട്ടുകളുടെ ലീഡായിരുന്നപ്പോൾ ഇത്തവണ കൃഷ്ണകുമാറിന് 1000-ൽ താഴെ മാത്രം. താമസിയാതെ രാഹുൽ മുന്നിലെത്തി. സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും മുഖം കനത്തു. തോൽവി ഉറപ്പിച്ചു. ബി.ജെ.പിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ ചടങ്ങ് മാത്രമായി. അതിന് കാത്തു നിൽക്കാതെ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും തുടങ്ങി. തൃശൂരിലെ അട്ടിമറി വിജയത്തിന് മുന്നോടിയായി നടത്തിയ അതേ ശൈലിയിലെ പ്രവർത്തനമായിരുന്നു ബി.ജെ.പി പാലക്കാട്ടും. പുതിയ വോട്ടുകൾ ചേർത്തും 5-6 തവണ ഭവന സന്ദർശനങ്ങൾ നടത്തിയും ഓരോ വോട്ടും ആവർത്തിച്ചുറപ്പിച്ചു. സ്ക്വാഡ് വർക്കും കുടുംബയോഗങ്ങളുമെല്ലാമായി ചിട്ടയോടെ നീങ്ങി. പക്ഷേ 2021 ഇ ശ്രീധരൻ നേടിയ 50,220 വോട്ടിന്റെ അടുത്തെങ്ങുമെത്താൻ കൃഷ്ണകുമാറിനായില്ല. ബി.ജെ.പിക്ക് സ്വാധീനമുള്ള നഗരത്തിലെ കൽപ്പാത്തി മേഖലയിലാകട്ടെ LDF സ്ഥാനാർത്ഥി പി സരിൻ വലിയ മുന്നേറ്റമുണ്ടാക്കി. നേമത്ത് പൂട്ടിയപ്പോൾ പാലക്കാട്ട് തുറക്കാമെന്ന് കരുതിയ സംസ്ഥാന നിയമസഭയിലെ അക്കൗണ്ട് സീറോ ബാലൻസിൽ ഇനിയും തുടരും. സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്ന ശോഭാ സുരേന്ദ്രനും അവരെ അനുകൂലിക്കുന്ന വിഭാഗവും ഇനി കലാപക്കൊടി ഉയർത്തും. പിണങ്ങി നിന്ന മൂത്താൻ വിഭാഗത്തിന്റെ അതൃപ്തി ഇനി കൂടുതൽ കനക്കും. കൊടകര കുഴൽപ്പണക്കേസടക്കം നേതൃത്വത്തിനെതിരെ നിൽക്കുന്നവർ ആയുധമാക്കും. കൽപ്പാത്തി രഥോത്സവം ഉന്നയിച്ച് പോളിംഗ് തീയതി നീട്ടാൻ ആവശ്യപ്പെട്ടതടക്കം ഒന്നും ഗുണം ചെയ്തില്ല. അപമാനിതനായെന്നാരോപിച്ച് അവസാന ഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് കൂടുമാറിയ സന്ദീപ് വാര്യർ ബി.ജെ.പി തോറ്റതിലെ അത്യാഹ്ലാദം മറച്ചുവെച്ചില്ല. പാലക്കാട്ട് ബി.ജെ.പിയുടെ അടിവേര് മാന്തിയെന്ന് പ്രതികരണം. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പിയുടെ അടിവേര് UDF മാന്തി. വാര്യരല്ല തോൽവിക്ക് കാരണം, അത് പഠിച്ചു തിരുത്തുമെന്ന് കൃഷ്ണകുമാർ. ഒരു എഫക്റ്റും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് ഗുണമുണ്ടായിട്ട് ഇപ്പോൾ പോക്കറ്റ് നിറഞ്ഞു. ഇനി എന്തെങ്കിലും സീറ്റ് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വാങ്ങിക്കോട്ടെ. ഇടതുശക്തി കേന്ദ്രങ്ങളായ കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിൽ സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അസംതൃപ്ത വോട്ടുകൾ ഉണ്ടാകുമെന്നും അത് സ്വന്തം പെട്ടിയിൽ വീഴുമെന്നും ബി.ജെ.പി കരുതിയിരുന്നു. എന്നാൽ ഇടതു വോട്ടുകളിൽ ഇടിവുണ്ടായില്ല. നാമമാത്രമായെങ്കിലും ഇടതിനും വോട്ട് കൂടി. കോൺഗ്രസിന് ഗണ്യമായി കൂടി. കുറഞ്ഞത് ബി.ജെ.പിക്ക് മാത്രം. കെ സുരേന്ദ്രൻ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച മണ്ഡലത്തിലെ തോൽവിക്ക് അദ്ദേഹവും ഉത്തരവാദിത്തം പറയേണ്ടി വരും. RSS ബി.ജെ.പിയേക്കാൾ പ്രബലമാണ് പാലക്കാട്. സംഘപരിവാറിനുള്ളിലും അസ്വാരസ്യം സജീവമാകും. സംഘടനയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും സന്ദീപ് വാര്യർ ഫാക്ടറും എല്ലാം തിരിച്ചടിയായെന്നാണ്
ആദ്യഘട്ടത്തിലെ അടക്കം പറച്ചിലുകൾ. ചുരുക്കത്തിൽ BJPക്ക് തൊട്ടതെല്ലാം പിഴച്ചതായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ന്യൂസ് മലയാളം, പാലക്കാട്.